ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി കയ്യിലേക്ക് നോക്കുമ്പോൾ എ എന്ന് പറഞ്ഞ ലെറ്റർ മൈലാഞ്ചിട്ടത് കാണും കേട്ടോ. ഇതിൻ്റെ കുട്ടീഷ്ണ എന്തി കാണുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ എന്താ ശ്രുതി എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നല്ല ഉണ്ണിയപ്പം എന്ന് പറയാണ്. നിൻ്റെ മുമ്പിലല്ല ശ്രുതി ഇരിക്കണം, നിനക്ക് എടുത്ത് കഴിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ശ്രുതി ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്താ എൻ്റെ കുട്ടീഷ്ണ ഇതെന്ത് പരിപാടി അവർ കാണിച്ചത് എന്നിട്ട് വേഗം വാഷ് ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ. പക്ഷേ തുടച്ചിട്ടും പോകുന്നില്ല. ഈശ്വര എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി ഇങ്ങനെ പറയുന്നുണ്ട്, അതെ എന്താണ് ഞാൻ മനോരമാൻ്റിക്ക് ചായ കൊടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, അതെ ഞാൻ വേണമെങ്കിൽ കൊണ്ടേ കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും അത് നല്ല ഐഡിയ എന്ന് മുത്തശ്ശി പറയാണ്. അമ്മായിയമ്മയായിട്ട് കുറച്ച് ഒത്തുപോണത് നല്ലതാണ്, ഈ പിണക്കമൊക്കെ മാറ്റണം നല്ലതാണ്, അതുകൊണ്ട് പ്രീതി മോൾ തന്നെ കൊണ്ടേ ചായ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയേണ്ടത്, അതെ അത് ശരിയാണ് പ്രീതി, എന്നാൽ നീ കൊണ്ടേ ചായ കൊടുത്തെന്ന് പറയാണ്. ആ സമയം മനോരമയാണെങ്കിൽ പിറുപിറുത്തോണ്ടിരിക്കുക കേട്ടോ. എല്ലാം പോയി, നല്ല സാരിയും നല്ല മാലയൊക്കെ അവൾക്ക് കൊണ്ടേ കൊടുത്തു, എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിറുപിറുത്തോണ്ടിരിക്കുന്ന സമയത്താണ് പ്രീതി ഒരു ഗ്ലാസ് ചായ ആയിട്ട് വരുന്നത്. ആൻറ്റി ചായ എന്ന് പറയുമ്പോഴേക്കും പ്രീതിനെ സൂക്ഷിച്ച് നോക്കുവാനായിട്ട് നമ്മുടെ മനോരമ, ആരടി നിൻ്റെ ആൻറ്റി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ മാഡം ഒന്ന് വിളിക്കാൻ പാടുള്ളൂ എന്ന്. സോറി മാഡം ചായ എന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ ചായ ചോദിച്ചു. അവളെല്ലാം തട്ടിയെടുത്തിട്ട് ചായയായിട്ട് വന്നിരിക്കുക, കൊണ്ട് കൊടുക്കാണ്ട് എനിക്ക് നിൻ്റെ ചായ ഒന്നും വേണ്ട എന്ന് പറയാണ്. മാഡം അതെന്ന് പറയുമ്പോൾ പൊടി എന്ന് പറയുന്നുണ്ട്. നിന്നെ ആദ്യം ഈ വീട്ടിൽ കയറ്റിയപ്പോൾ തന്നെ നിന്നെ ചൂലെടുത്ത് തല്ലി ഓടിക്കേണ്ടതായിരുന്നു, നിന്നെ ഇവിടെ കയറ്റിയതാ ഞാൻ ചെയ്ത് തെറ്റി, എൻ്റെ ഒരു സണിനെ മയക്കിയെടുത്ത് കറക്കിയെടുത്ത് പോക്കറ്റിലാക്കിയില്ലേടി നീ, എല്ലാവരും ചേർന്ന് എൻ്റെ മോനെ നിൻ്റെ തലയിൽ കെട്ടിവെക്കുമല്ലേടി എന്നൊക്കെ പറയണം. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോ, ഞാൻ നിന്നെ ഒരിക്കലും മരുമകളായിട്ട് കാണില്ലടി, നീ എന്നെ അമ്മായിയമ്മയായിട്ടും കാണണ്ട, എന്നെ നീ മാഡമായിട്ട് കണ്ടാൽ മതി, ഇറങ്ങി പൊടി വിടുന്നു എന്ന് പറയാണ്. പ്രീതി വളരെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. അതേസമയം അശ്വിനാണെങ്കിൽ ഫോണിൽ വന്നിരിക്കുന്ന വോയിസ് കോളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ വോയിസ് കോൾ കേൾക്കണത്. അത് പ്ലേ ആക്കുമ്പോഴേക്കും അതിൽ ശ്രുതി പറയുന്ന വോയിസ് അശ്വിൻ കേൾക്കുന്നുണ്ട്. അത് സർ വരണം, രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, സാറിനോട് ഞാൻ എത്ര വേണമെങ്കിലും സോറി ചോദിക്കാം, സാറിൻ്റെ മുഖം കാണാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത് സോറി സർ, അത് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി സാർ, സാറിനോട് ക്ഷമിക്കണം, സാറിനെ നേരിട്ട് ഞാൻ എത്ര സോറി വേണമെങ്കിലും ചോദിക്കാം സാർ, പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം സർ. എൻ്റെ വോയിസ് മെസ്സേജ് കട്ടാക്കാണ്ട് ശ്രുതി പറഞ്ഞ കാര്യങ്ങളും അശ്വിൻ കേൾക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കുട്ടീഷ്ണ സാറിന് എത്രയും ഇവിടെ എത്തിക്കണേ, അറിയാണ്ട് പറഞ്ഞു പോയതാണ് എൻ്റെ കുട്ടീഷ്ണ എന്നൊക്കെ പറഞ്ഞതും അശ്വിൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന അശ്വിന് ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ എല്ലാവരും കൂടി ചായ കുടിക്കാനായിട്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എനിക്ക് വരുന്നുണ്ട്, അതെ എല്ലാവർക്കുള്ള ചായ ഞാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, എല്ലാവരും വാ വാ ഇരിക്കി എന്ന് പറയാണ്. പിന്നീട് വീണ്ടും ശ്രുതി പോയിട്ട് കൈ ഇങ്ങനെ ചുരുണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് പോകുന്നില്ലല്ലോ ഈശ്വര, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് അശ്വിൻ വരുന്നുണ്ട്. അശ്വിനെ കാണുന്നത് ശ്രുതി ഒന്നിനും എട്ടിപ്പോകുക കേട്ടോ. അശ്വിൻ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നോ? ഞാനതിനെ സാറിനെ വിളിക്കണത്, ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, കള്ളം പറയരുത്, നീ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നില്ലേ? ഇല്ല സർ, ഞാൻ സാറിനെ വിളിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ സാറിനെ വിളിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, അപ്പം നീ എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല, നീ വോയിസ് മെസ്സേജ് അയച്ചില്ലല്ലേ? ഞാൻ നിങ്ങളെ ഫോണിലേ വിളിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ വോയിസ് മെസ്സേജ് അയക്കണത്? അപ്പോൾ ഈ വോയിസ് നിൻ്റെ അല്ല എന്നാണോ നീ പറയണത് എന്ന് പറഞ്ഞിട്ട് പ്ലേ ആക്കുമ്പോഴേക്കും ശ്രുതി പറയണ്ടേ, ഇത് പ്ലേ ആക്കൊന്നും വേണ്ട, ഇതെൻ്റെ വോയിസ് ഒന്നും അല്ല. അപ്പം നിൻ്റെ വോയിസ് അല്ല എന്നാണ് നീ പറയണതല്ലേ? അല്ല ഇതെൻ്റെ വോയിസ് ഒന്നും അല്ല എന്ന് പറയാണ്. അതിനുശേഷം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും പെട്ടെന്ന് അശ്വിൻ ശ്രുതിയുടെ കൈ കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ കൈയിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെക്കുകയാണ്. സാർ എന്താ കാണിക്കണേ? കൈ വിട് സർ, കൈ വിട് എന്ന് പറയാണ്. അല്ല നിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ ലെറ്റർ എഴുതിയിട്ടുണ്ടല്ലോ, ഇത് എൻ്റെ ലെറ്ററല്ലേ എഴുതിയിരിക്കുന്നത്, അശ്വിൻ്റെ അല്ലേ നിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് നിങ്ങളുടെ ലെറ്റർ എന്നല്ല, ഇത് എൻ്റെ പേരിൽ ലെറ്റർ ശ്രുതിയുടെ പേരിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, ശ്രുതികുമാരിൽ ഉണ്ടല്ലോ, ശ്രുതികുമാരിൽ എവിടെയായേ പറഞ്ഞതാ എന്ന് പറയാണ്. അത് ശ്രുതികുമാരിൽ ഉണ്ട്, സാറിന് ഇപ്പോൾ എന്തൊക്കെ അറിയണം, ശ്രുതികുമാരിയുടെ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്ന് പറയാട്ടോ. അപ്പോഴേക്കും അവിടെ എനിക്ക് വരുന്നുണ്ട്, അല്ല ശ്രുതി, ഹലോ ബ്രോ, നിങ്ങൾ എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വാ, ദേ ചായയുടെ ചൂടാറും കേട്ടോ, നല്ല സ്പെഷ്യൽ ടീ ഞാൻ ഉണ്ടാക്കിയിരിക്കണത്, ഒന്ന് വാ കുടിക്ക് ശ്രുതി, ദേ നിനക്കുള്ള എന്താണ് കസേര ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക, വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ വിളിക്കുക. നന്ദുചേട്ടൻ നടക്ക്, ഞാൻ വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അശ്വിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമായിട്ട് നന്ദുചേട്ടൻ എന്ന് വിളിക്കണ കേൾക്കുമ്പോൾ അങ്ങനെ ശ്രുതി നമ്മുടെ എനിക്കയുടെ കൂടെ അകത്തേക്ക് പോവാണ്. തൊട്ടു പിന്നാലെ അശ്വിനും പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്ക് ഒരു കപ്പ് ചായ നമ്മുടെ എനിക്ക് കൊടുക്കുന്നുണ്ട്. കുടിച്ച് നോക്ക് ശ്രുതി, എങ്ങനെയുണ്ടെന്ന് നോക്ക് ശ്രുതിക്കുട്ടി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു കപ്പ് ആ ചായ എടുത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ കുടിക്കുമ്പോഴേക്കും, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ശരിക്കും ഇതേ നന്ദുചേട്ടൻ ഇട്ടതാണോ? പിന്നെ അല്ലാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, ഇത് സൂപ്പറാണ്
കേട്ടോ. അപ്പം നന്ദചേട്ടനെ പാചകമൊക്കെ അറിയാവോ? പിന്നെ എനിക്ക് കുറച്ചൊക്കെ പാചകം അറിയാം. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, വെസ്റ്റേൺ. ആ അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ നോക്കുമ്പോൾ ഓ അത്രയൊന്നും അറിയില്ല, വെജിറ്റേറിയനൊക്കെ എനിക്ക് ഏറെ കുറേയൊക്കെ അറിയാം എന്ന് പറയാണ്. പിന്നെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആഹാ നന്ദചേട്ടന് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ അറിയാവോ? ഞങ്ങൾക്കൊരു സ്വീറ്റ്സ് ഹോൾ ഉണ്ട് കേട്ടോ. ആഹാ റിയലി? അപ്പോൾ വളരെ സൂപ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ നന്ദചേട്ടൻ അറിയാവുന്ന സ്വീറ്റ്സൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നമ്മുടെ സ്വീറ്റ്സ് ഹോളിൽ നമുക്കൊന്ന് നോക്കാമല്ലോ, ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, ആ ശ്രുതി നീ പറഞ്ഞല്ലോ നിനക്കൊരു ആളെ ആവശ്യമുണ്ടെന്ന് പാചകത്തിന് വേണ്ടിയിട്ട്, വേണമെങ്കിൽ നന്ദുവിനെ എനിക്കെന്നെ കൂട്ടിക്കോ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ അപ്പോൾ ശ്രുതി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിടെ തമാശകളൊക്കെ കേട്ട് ശ്രുതി ചിരിക്കണം കാണുമ്പോൾ അശ്വിനെ ദേഷ്യം വരുവാണ്. അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ പോകുക ചേച്ചി, എനിക്ക് അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൊക്കത്തേക്ക് മുകളിലേക്ക് കയറി പോകുക കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എന്ന് അഞ്ജലി മോളെ മുത്തശ്ശി ഞങ്ങളെന്ന് ഇറങ്ങിക്കോട്ടെ. ആ ശരി എന്ന് പറയാണ്. ആ സമയത്ത് പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അയ്യോ നിൽക്കേ അഞ്ജലി മോളെ, ആ വള എവിടെ? നമ്മൾ പ്രീതിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തുണ്ടാക്കിയ വള. ആ അത് ശരിയാണല്ലോ, ആ വള അത് എവിടെ വെച്ചായിരുന്നു മുത്തശ്ശി? അത് എൻ്റെ റൂമിലാണോ അതോ കുഞ്ഞിൻ്റെ റൂമിലാണോ വെച്ചത്? കുഞ്ഞിൻ്റെ റൂമിലായിരിക്കും. ആ കുഞ്ഞിനെ കാണിച്ചിട്ട് അവിടെയല്ലേ നീ വെച്ചത്? ആ ശരിയാ, ഞാൻ ലാസ്റ്റ് അത് കുഞ്ഞിനെയാണ് കാണിച്ചത്, ആ റൂമിൽ തന്നെയാണ് ഉണ്ടാവുക, ഞാൻ പോയി എടുത്തിട്ട് വരാവേ എന്ന് അഞ്ജലി പറയുമ്പോൾ അമ്മായി പറയണ്ട്, എൻ്റെ അഞ്ജലി കുഞ്ഞെ നീ രാവിലെ മുതൽ ഓടി നടക്കുമല്ലേ, ഇവിടെ ഇരിക്കേ, ശ്രുതി നീ പോയി എടുത്തോണ്ട് വാ. ഞാനോ? ആ എന്താ വായം പൊളിച്ചിരിക്കണത്, പോയി എടുത്തോണ്ട് വാടി, എന്ത് പറയാലോ അവിടെ ഇവിടെ തിരിഞ്ഞങ്ങോട്ട് നിന്നോളും, പോയി എടുത്തിട്ട് വാ എന്ന് പറയാണ്. ആ സമയത്ത് അഞ്ജലി പറഞ്ഞിട്ട്, ശ്രുതി നീ പേടിക്കൊന്നും വേണ്ട, കുഞ്ഞിന് മീറ്റിങ്ങിലല്ലേ, അവനൊന്നും ശ്രദ്ധിക്കില്ല, നീ പോയി എടുത്തിട്ട് വാ, ആ ഷെൽഫിൽ തന്നെ ഉണ്ടാവും മുമ്പിൽ കാണുന്നതേ. ആ ശരി അഞ്ജലി മാഡം എന്ന് പറഞ്ഞിട്ട് ശ്രുതി മുകളിലേക്ക് പോവാണ്. ഈശ്വര എൻ്റെ കുട്ടീഷ്ണ ആ കടലമിട്ടാൻ്റെ മുമ്പിലൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ മുകളിലേക്ക് പോണത്. ആ സമയത്ത് അശ്വിൻ ബാൽക്കണി നിൽക്കുന്നുണ്ടാവും. അശ്വിനെ മീറ്റിംഗ് ഒന്നുമില്ല കേട്ടോ, വെറുതെ ബാൽക്കണിയിൽ അങ്ങനെ നിൽക്കുമായിരിക്കും. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി അലമാര തുറന്നിട്ട് വള ഇങ്ങനെ എടുക്കുന്നുണ്ട്. ആ ഇതെന്നെ വള, ഹായ് ഇത് സൂപ്പർ ഡിസൈൻ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ വള പെട്ടെന്ന് തെന്നി പോവാട്ടോ. അത് ഉരുണ്ട് ബാൽക്കണിയിൽ പോയിട്ട് അവിടുത്തെ സിറ്റ് ഔട്ടിലേക്ക് മറിഞ്ഞ് വീഴുവാണ്. അപ്പോൾ മറിഞ്ഞ് സൺസൈഡിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നുണ്ട്. അത് കാണുമ്പോൾ അയ്യോ എൻ്റെ കുട്ടീഷ്ണ ഭാഗ്യം നിലത്തേക്ക് വീണില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് അശ്വിൻ കാണുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ പക്ഷേ അശ്വിനെ കാണുന്നില്ല. ശ്രുതിനെ കയ്യെത്തിച്ച് എടുക്കാൻ പറ്റുന്നില്ല ശ്രുതിക്ക്. ശ്രുതി ആദ്യം അത് ചാടി കടക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റുന്നില്ല. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് വന്നിട്ട് ആ വള എടുത്തു കൊടുക്കുവാണ്. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആ ഞാൻ പറഞ്ഞില്ല ശ്രുതി, നിനക്ക് എൻ്റെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനത് എടുത്താനെ, പിന്നെ നീ എടുക്കുകയൊന്നും ഇല്ലായിരുന്നു, ഞാൻ എടുത്താനെ, സാറ് തന്നെ എന്നെ സഹായിക്കാൻ പോയത്, ഇതെനിക്ക് ഒറ്റയ്ക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ല ശ്രുതി, നിനക്ക് എൻ്റെ സഹായം ഇല്ലാതെ ഇതെടുക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയണം. പറ്റില്ലെന്നേ എന്ന് പറയാണ്. പറ്റും എന്ന് ശ്രുതി പറയുമ്പോൾ എങ്കിലൊരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ വളോ ബാൽക്കണിയിലേക്ക് ഒന്നും കൂടി ഇടാട്ടോ അശ്വിൻ, നീ എടുക്ക് എന്ന് പറയാണ്. ഈ സാറ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതി വേഗം പോയിട്ട് ആ വളയെ വീണ്ടും എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ. പക്ഷെ ശ്രുതിക്ക് പറ്റുന്നില്ല. ശ്രുതി വീണ്ടും എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അത് ശ്രുതിയുടെ കൈ എത്തുന്നില്ല കേട്ടോ. ആ സമയത്ത് ശ്രുതിയുടെ ഷോള് ആരോ പിടിച്ച് വലിക്കുന്ന പോലെ ശ്രുതിക്ക് തോന്നുവാണ്. ശ്രുതി പെട്ടെന്ന് പഴയ കാര്യം ആലോചിക്കുകയാണ്. മുമ്പ് ഇതുപോലെ ഷോള് വലിച്ചത് പറഞ്ഞിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് ചൂട് ചായ ഒഴിച്ചില്ലേ, അത് ആലോചിച്ചിട്ട് ശ്രുതി അയ്യോ അശ്വിൻ സാറൊന്നായിരിക്കില്ല, വല്ല ചെടിയിലും കുടുങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഷോൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി തിരിയുമ്പോഴേക്കും അശ്വിനായിരിക്കും കേട്ടോ ഷോളിൽ പിടിച്ച് വലിക്കണത്. ശ്രുതിയാണെങ്കിൽ ആകെ വാ പൊളിച്ചിരിക്കുകയാണ്. അശ്വിൻ ശ്രുതിയുടെ ഷോൾ പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.